നമ്മളിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. ചെന്നൈ മറീന ബീച്ചിലാണ്. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് വീഡിയോ എടുത്തത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിൻ്റെ എന്താ പറയുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അതാണ് ബെല്ലൈക്കൺ നോക്കിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. നമ്മൾ മറീന ബീച്ചിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലീവ് ആയതുകൊണ്ട് നൈസായിട്ട് ഇറങ്ങിയതാണ്. ആദ്യത്തെ സെക്കൻഡ് ഇയർ ആണ്. നീ ഇതിന് മുന്നേ വന്നിട്ടുണ്ടായത്? പെട്ടെന്ന് വന്നായിരുന്നു. നമ്മൾ ബീച്ചിൻ്റെ മെയിൻ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോയിൽ പറയുന്നത് മറീന ബീച്ചിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് പോവുക എന്നതാണ്. അപ്പോൾ അതിലൊരു ചെറിയൊരു തിരുത്തുണ്ട്. ഇത് മറീന ബീച്ചിൻ്റെ മെയിൻ എൻട്രൻസ് അല്ല, മറീന ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള MGR മെമ്മോറിയലാണ്. ഈ MGR മെമ്മോറിയലിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കിവിടെ കാണാം ഒരു സ്മാരകം. ഇത് MGRൻ്റെ സ്മാരകമാണ്. ഇതിൻ്റെ മുകളിൽ ധാരാളം ഫ്ലവേഴ്സൊക്കെ ഇട്ടത് നമുക്ക് കാണാം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറിച്ചി തലേവി എന്നറിയപ്പെടുന്ന ജയലളിതയുടെ സ്മാരകമുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന വോയിസ് കട്ട് ചെയ്തത് ക്രൗഡ് കാരണം ആ വോയിസ് ക്ലിയർ അല്ല, അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോയിൽ വോയിസ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ MGRയുടെ സ്മാരകത്തിൽ നിന്ന് ജയലളിതയുടെ സ്മാരകത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു രൂപം കാണാം. അതൊരു ഫിലിപ്സ് വാശിയുടെ രൂപത്തിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 500 മില്യൺ ചിലവായി കഴിപ്പിച്ചിട്ടാണ് അത് പണി കഴിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ജയലളിതയുടെ സ്മാരകത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം, അവിടെ അത്യാവശ്യം ക്രൗഡുണ്ട്. കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ MGRയുടെ സ്മാരകത്തിൽ കണ്ടതുപോലെ തന്നെ ജയലളിതയുടെ സ്മാരകത്തിൻ്റെ മേലെയും ധാരാളം ഫ്ലവേഴ്സ് എല്ലാം വെച്ചിട്ടുണ്ട് അവർ. നമ്മളവിടെ കുറച്ച് നേരം നിന്ന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെ ബീച്ചിലോട്ട് പോയി. നമുക്കിവിടെ 2 പ്രതിമ കാണാം. ഇതിലൊന്ന് MGRൻ്റെയും ഒന്ന് ജയലളിതയുടെയും പ്രതിമകളാണ്. നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മളിനി നേരെ ബീച്ചിലേക്ക് പോകാൻ പോവാണ്. ബീച്ചിൽ കിഡ്സിന് കളിക്കാനായിട്ട് മിനി പാർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതുമാതിരി നല്ല ക്രൗഡായിരുന്നു ബീച്ചിൽ. കുതിര സവാരിയൊക്കെ ഉണ്ട് ബീച്ചിൽ. നമ്മൾ സാറ്റർഡേ ആണ് വന്നത്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്രൗഡുണ്ട് ബീച്ചിൽ. അവിടെ ധാരാളം കരകൗശല വസ്തുക്കളും അതേമാതിരി ശംഖ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അവിടെ വിൽക്കാനായി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ ഒന്നൊക്കെ എടുത്ത് ജസ്റ്റ് അങ്ങനെ നോക്കുകയൊക്കെ ചെയ്ത് വാങ്ങിയിട്ടൊന്നുമില്ല, അവിടെ തന്നെ വെച്ചു. ധാരാളം കടകളൊക്കെ ഉണ്ട്. നമ്മുടെ ഫിഷ് അവിടെ ലൈവായിട്ട് നമുക്ക് ചുട്ട് കഴിക്കാൻ തരുന്നതാണ്. അതേമാതിരി കുറേ ഗെയിംസ് അങ്ങനെയുള്ള കുറേ ഷോപ്പുകളുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് നൈസായിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആദ്യത്തെ ചായ വാങ്ങാൻ പോയിട്ടുണ്ട്. അങ്ങനെ ബജിയായിട്ടൊക്കെ വന്നു. ചായ ഇവിടെ ഇല്ല, അപ്പോൾ നമ്മൾ ബജി കഴിച്ച്. അങ്ങനെ ബജി കഴിച്ച്, ബജി കൊള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു വട്ടം കൂടി ഓർഡർ ചെയ്ത് അങ്ങനെ അത് കഴിക്കാനുള്ളൊരു പ്ലാനാണ്. ഞങ്ങളത് കഴിച്ച് ഏകദേശം ക്രൗഡൊക്കെ പോയി തുടങ്ങി. നല്ല പ്ലാനാണ്, പിടിക്കാനുള്ള പ്ലാനാണ്. ബീച്ചിൽ ഒരു ഇതെല്ലാവരും പോയി. പറയാനുള്ളത് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണം. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് നേരെ ചെന്നൈ സെൻട്രലിലേക്കാണ് ട്രെയിൻ കയറിയത്. പിന്നെ ചെന്നൈ സെൻട്രലിൽ വന്ന് ഇവിടെ ഒരു മലയാളിയുടെ കട ഉണ്ട്. നമ്മളവിടെ പോയിട്ട് നേരെ അൽഫാമാണ് ഓർഡർ ചെയ്തത്. നമ്മൾ അൽഫാം ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് അങ്ങനെ ലാസ്റ്റ് അൽഫാം വന്നു. നമ്മൾ അൽഫാം കഴിച്ചു. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ട്രെയിൻ കയറാനുള്ള പ്ലാനാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.